1993 ഫെബ്രുവരി 12 ജെയിംസ് ബൾഗർ എന്ന 2 വയസ്സുകാരൻ അതിക്രൂരമായി കൊല്ലപ്പെട്ട ദിവസം. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും പൈശാചികം എന്ന് കരുതുന്ന ഈ സംഭവത്തിനു പിന്നിൽ വെറും 10 വയസ്സ് മാത്രമുള്ള 2 കുട്ടികളായിരുന്നു, ജോൺ വെനബിളും റോബർട്ട് തോംസണും. ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്തായിരിക്കും ഇവരെ പ്രേരിപ്പിച്ചത്? ഏറ്റവും പ്രായം കുറഞ്ഞ നൊട്ടോറിയസ് ക്രിമിനൽസ് എന്ന പേരുണ്ടാക്കി കൊടുത്ത ഈ സംഭവത്തിനെ പറ്റി കൂടുതൽ അറിയാം ഈ വീഡിയോയിലൂടെ. വീഡിയോ കണ്ടതിന് ശേഷം ശരിക്കും സാഹചര്യമാണോ അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത്, അതോ അവർ ശരിക്കും ക്രിമിനൽ മൈൻഡ് ഉള്ളവരായിരുന്നോ എന്ന് കമന്റ് ചെയ്യണേ. 1990 മാർച്ച് 16 കിർഗ്ബി എന്ന സ്ഥലത്തായിരുന്നു ജെയിംസ് പാട്രിക് ബൾഗർ എന്ന ജെയിംസിന്റെ ജനനം. അമ്മ ഡെനീസ് ബൾഗറിന്റെയും അച്ഛൻ റാൽഫ് സ്റ്റീഫൻ ബൾഗറിന്റെയും ആദ്യത്തെ മകൾ ജനിച്ച ഉടനെ തന്നെ മരണപ്പെട്ടിരുന്നു. ഈ ദുഃഖമെല്ലാം മറന്ന് ചിരിക്കാൻ രണ്ടാമത് ജനിച്ച കുഞ്ഞ് ജെയിംസ് ആയിരുന്നു കാരണം. അങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് പോയിരുന്ന കുടുംബം. ഇതേ സമയം മറ്റൊരിടത്ത് സ്കൂളുകളിലൊന്നും പോകാത്ത ക്ലാസ് കട്ട് ചെയ്ത് പല കുരുത്തക്കേടുകളും കാണിച്ചു നടന്നവരായിരുന്നു റോബർട്ട് തോംസണും ജോൺ വെനബിളും. ഈ അരുംകൊല ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇരുവരുടെയും ജീവിതം താറുമാറായിരുന്നു. ആൻ മേരി തോംസന്റെ 7 മക്കളിൽ 5ാമതായി ജനിച്ച മകനായിരുന്നു റോബർട്ട് തോംസൺ. റോബർട്ടിന്റെ അച്ഛൻ തോംസൺ ദിവസവും ജോലി കഴിഞ്ഞു വന്ന് കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തോംസൺ മറ്റൊരു സ്ത്രീയുമായി ഒളിച്ചോടിയതോടെ കുടുംബമാകെ തകർന്നു. ഈ സംഭവം നടന്ന 6 ദിവസത്തിനുള്ളിൽ ലിവർപൂൾ ഫുട്ബോൾ ക്ലബ് ആസ്ഥാനത്തിന് അടുത്തുള്ള റോബർട്ടിന്റെ കുടുംബ വീട് ഒരു തീപിടുത്തത്തിൽ നശിച്ചു. ഇതോടെ അവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നു. ആൻമേരി തന്റെ കുട്ടികളുമായി ലിവർപൂളിലുള്ള വോൾട്ടൺ എന്ന സ്ഥലത്ത് കുറഞ്ഞ വാടകയ്ക്ക് ഒരു വീട് കണ്ടെത്തി. പക്ഷെ ആൻ പിന്നീട് അമിതമായി മദ്യപിക്കാൻ തുടങ്ങി. മക്കളിൽ പലരും മോഷണം ഒരു ശീലമാക്കി. ആനിന്റെയും അവരുടെ പെൺകുട്ടികളുടെ സ്വഭാവത്തെയും വസ്ത്രധാരണത്തെയും ചൊല്ലി അയൽവാസികളുമായി ദിനം പ്രതി വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ റോബർട്ടും പതിയെ കുരുത്തക്കേടുകൾ കാണിക്കുവാൻ തുടങ്ങി. എന്നാൽ അവന്റെ സുഹൃത്തായ ജോൺ വെനബിൾ നെയിലിന്റെയും സൂസൻ വെനബിളിന്റെയും 3ാമത്തെ മകനായിരുന്നു. എന്നാൽ ജോണിന് 3 വയസ്സുള്ളപ്പോൾ അമ്മയായ സൂസന് പല പുരുഷന്മാരുമായി ബന്ധമുണ്ടാവുകയും ഇതേ ചൊല്ലി ജോണിന്റെ അച്ഛൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവാഹമോചനം നേടി. പിന്നീട് സൂസൻ ആദ്യത്തെ 2 മക്കളെയും കോൺവെന്റ് സ്കൂളുകളിൽ പഠിപ്പിച്ചു. എന്നാൽ ജോണിനെ ടൗണിൽ തന്നെയുള്ള ഒരു ചെറിയ സ്കൂളിലായിരുന്നു പഠിപ്പിച്ചത്. അവന്റെ മേലുള്ള സൂസന്റെ ശ്രദ്ധ കുറഞ്ഞതോടെ ക്രമേണ അവന്റെ സ്വഭാവം വഷളായി. പതിയെ മോഷണവും തുടങ്ങി. അങ്ങനെ ചില വർഷങ്ങൾ കടന്നുപോയി. ജെയിംസ് ബൾഗറിന് 2 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം തന്റെ അമ്മയുടെ കൈ പിടിച്ച് ഷോപ്പിങ്ങിന് പുറത്തു പോയതായിരുന്നു അവൻ. വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള ബൂട്ടിൽ എന്ന ടൗണിലെ ന്യൂസ്റ്റാൻഡ് ഷോപ്പിംഗ് സെന്ററിലേക്ക് അവർ എത്തി. ഇതേ ദിവസം ഉച്ചയ്ക്ക് തോംസണും വെനബിളും ഇവിടെ എത്തിയിരുന്നു. പതിവ് പോലെ അവർ പല കടകളിലും കയറി കളിപ്പാട്ടങ്ങളും സ്വീറ്റ്സും ബാറ്ററികളും കൂടാതെ പെയിന്റ് ബോട്ടിലും മോഷ്ടിച്ചിരുന്നു. ഇതേ സമയം തോംസൺ വെനബിളിനോട് പറയുകയുണ്ടായി, ഇന്നൊരു രസത്തിന് ഏതെങ്കിലും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി തിരക്കുള്ള റോഡിലേക്ക് തള്ളിവിട്ടാലോ എന്ന്. ഇത് കേട്ട് വെനബിൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് തോംസൺ പറഞ്ഞത് ശരിവെക്കുകയായിരുന്നു. ഇവർ അതിനുവേണ്ടി ഷോപ്പിംഗ് സെന്ററിലെ പല കടകളിലും കയറി ഇറങ്ങി കുട്ടികളെ നിരീക്ഷിച്ചു. സമയം ഏകദേശം 3:40 PM. ജെയിംസ് ബൾഗർ തന്റെ അമ്മ ഡെനീസിന്റെ കൂടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള AR ടൈംസ് എന്ന ഇറച്ചിക്കടയിൽ നിൽക്കുകയായിരുന്നു. ബില്ലടയ്ക്കാനായി ഡെനീസ് തിരിഞ്ഞപ്പോൾ ഡെനീസിന്റെ കൈ വിട്ട് ബൾഗർ പതിയെ കടയുടെ വാതിലിലെത്തി. ഇതേ സമയം മുകളിലത്തെ നിലയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന വെനബിളിന്റെയും തോംസന്റെയും കണ്ണിൽ ബൾഗർ പെട്ടു. തൊട്ടടുത്ത് ആരുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ഒട്ടും താമസിച്ചില്ല. ബൾഗറിനെ അവർ തന്റെ കയ്യിലെ കളിപ്പാട്ടം കാണിച്ച് പ്രലോഭിപ്പിച്ചു. അടുത്ത നിമിഷം തന്നെ അവന്റെ കൈ പിടിച്ചവർ പുറത്തേക്ക് നടന്നു. ബില്ലടച്ച് തിരിഞ്ഞപ്പോഴാണ് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വിവരം ഡെനീസ് അറിയുന്നത്. കട മുഴുവൻ തിരഞ്ഞിട്ടും അവനെ കിട്ടാത്തത് കൊണ്ട് ഉടൻ തന്നെ ഷോപ്പിംഗ് സെന്ററിലെ എല്ലാ ഭാഗത്തും സെക്യൂരിറ്റിയുടെ സഹായത്തോടെ തിരഞ്ഞു. നിർഭാഗ്യവശാൽ കണ്ടെത്താനായില്ല. CCTV ക്യാമറകൾ പതിഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ഫൂട്ടേജിൽ നിന്ന് 3:42 ബൾഗറിനെയും കൊണ്ട് 2 കുട്ടികൾ പുറത്തു പോകുന്ന കാഴ്ച മാത്രമേ അവർക്ക് കാണാൻ സാധിച്ചുള്ളൂ. അവസാനം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനല്ലാതെ ഡെനീസിന് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ സമയം വെനബിളും തോംസണും ബൾഗറുമായി ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് ഏകദേശം 400 മീറ്ററോളം അകലെയുള്ള ഒരു കനാലിനരികിലെത്തി. നോർത്തേൺ ഇംഗ്ലണ്ടിലെ സിറ്റികളായ ലീഡിനെയും ലിവർപൂളിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണിത്. ഇവിടേക്ക് നടന്നെടുക്കുമ്പോൾ ബൾഗറിനെ അവർ തള്ളി വീഴ്ത്തി അവന്റെ മുഖത്ത് മുറിവേറ്റിരുന്നു. ദൃക്സാക്ഷികൾ വെനബിളിന്റെയും തോംസന്റെയും ഒപ്പം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബൾഗറിനെ ദൂരെ നിന്നു കണ്ടിരുന്നുവെന്ന് പിന്നീട് പോലീസിനോട് പറഞ്ഞിരുന്നു. വെനബിളും തോംസണും ബൾഗറിനെ കനാലിൽ തള്ളിയാലോ എന്ന് ആലോചിച്ചു. എന്നാൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ ഇവർ വീണ്ടും വോൾട്ടൺ എന്ന സ്ഥലത്തേക്ക് നടന്ന് ഏകദേശം 4 കിലോമീറ്ററോളം പിന്നിട്ടു. വഴിയിൽ 38ഓളം പേർ ഇവരെ കണ്ടെങ്കിലും ആരും തന്നെ ചോദ്യം ചെയ്തില്ല. എന്നാൽ 2 പേർ ഇവരെ തടഞ്ഞു നിർത്തി ബൾഗർ കരയുന്ന കാര്യം തിരക്കി. പക്ഷെ ബൾഗർ ഞങ്ങളുടെ അനിയനാണെന്നും അവൻ വീട്ടിൽ നിന്ന് കാണാതായി ഇപ്പോഴാണ് തേടി കണ്ടുപിടിച്ചത്, അതുകൊണ്ട് അവനെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവസാനം വോൾട്ടൺ ടൗണിലേക്കുള്ള മെയിൻ റോഡിൽ എത്താറായപ്പോൾ റോഡിന്റെ മറുവശത്ത് പോലീസ് സ്റ്റേഷൻ ഉള്ളതിനാൽ അങ്ങോട്ടേക്ക് അവർ പോകാൻ മടിച്ചു. അങ്ങനെ അവർ വീണ്ടും വന്ന വഴിയിലൂടെ തന്നെ വോൾട്ടൺ പാർക്ക് സെമിത്തേരിക്ക് അടുത്തുള്ള റെയിൽവേ ട്രാക്കിലെത്തി. ഇവിടെ എത്തിയതും അവർ ബൾഗറിനെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. കയ്യിൽ കരുതിയിരുന്ന നീല പെയിന്റ് ബോട്ടിൽ ബൾഗറിന്റെ ഇടത് കണ്ണിലേക്ക് എറിഞ്ഞു. ശേഷം അവനെ ചവിട്ടി വീഴ്ത്തി. കല്ലുകളും ഇഷ്ടികയും ആ പിഞ്ചു കുഞ്ഞിന്റെ ദേഹത്തേക്ക് എറിഞ്ഞു. എന്നിട്ടും അവർക്ക് മതിയായിരുന്നില്ല. ആ കുഞ്ഞിനെ അവർ ലൈംഗികമായി ആക്രമിച്ചു. ഇതേ സമയം തോംസൺ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് മോഷ്ടിച്ച ബാറ്ററികൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് ബൾഗറിന്റെ വായിലേക്കും സ്വകാര്യ ഭാഗത്തേക്കും കുത്തിക്കയറ്റി. എങ്ങനെ ഇത്ര നീചമായ പ്രവൃത്തികൾ വെറും 10 വയസ്സുള്ള ഈ കുട്ടികൾക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസുകാർക്ക് പോലും മനസ്സിലായിരുന്നില്ല.
അവസാനം രക്തം വാർന്ന അബോധാവസ്ഥയിലായിരുന്ന ബൾഗറിനെ റെയിൽവേ ട്രാക്കിൽ കിടത്തി ഏകദേശം 10 കിലോഗ്രാം ഭാരമുള്ള ഫിഷ് പ്ലേറ്റ് ശരീരത്തിന് മുകളിൽ കയറ്റി വെച്ചു. ഈ ഫിഷ് പ്ലേറ്റ് എന്ന് പറയുന്നത് 2 റെയിൽവേ പാളങ്ങൾ ജോയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണമാണ്. ശേഷം അവർ അവിടെ നിന്ന് ഓടി മറയുന്നു. ട്രെയിൻ തട്ടി മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള 10 വയസ്സുകാരുടെ കാഞ്ഞ ബുദ്ധിയായിരുന്നു ഇത്. പക്ഷേ പോലീസുകാരെ പറ്റിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. 2 ദിവസത്തിന് ശേഷം ട്രാക്കിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മൃതദേഹം കാണാനിടയായി. തലയിൽ 10 മുറിവുകൾ ഉൾപ്പെടെ 42ഓളം മുറിവുകൾ ബൾഗറിന്റെ ദേഹമാസകലം ഉണ്ടായിരുന്നു. പോലീസ് മൃതദേഹം ബൾഗറിന്റേതെന്ന് തിരിച്ചറിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയിൽ ട്രെയിൻ കയറുന്നതിന് മുൻപേ ബൾഗർ മരിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി. പോലീസിന്റെ നിഗമനങ്ങളെല്ലാം ശരിയായിരുന്നു. ബൾഗറിന്റെ തുണികളെല്ലാം ട്രാക്കിന്റെ പലയിടത്തായി കിടന്നിരുന്നു. ലൈംഗികമായി ആക്രമിച്ചതിന്റെ തെളിവുകൾ പാത്തോളജിസ്റ്റ് മൃതദേഹം പരിശോധിച്ച് കണ്ടെത്തി. അന്ന് കേസ് അന്വേഷിച്ചത് മേഴ്സിസൈഡ് ടൗണിലെ പോലീസ് ഡിറ്റക്റ്റീവായ ആൽബർട്ട് കെർബി ആയിരുന്നു. CCTV ക്യാമറയും ദൃക്സാക്ഷികളെയും കണ്ടെത്തി. എന്നാൽ കൃത്യമായി പ്രതികൾ ആരെന്ന് കണ്ടെത്താനായില്ല. പക്ഷേ ഈ വാർത്തയും മറ്റും TV-യിൽ കണ്ട ഒരു യുവതി അത് വെനബിളും തോംസണുമാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ പോലീസ് അവസാനം വെനബിളിനെയും തോംസണിനെയും അറസ്റ്റ് ചെയ്തു. ബൾഗറിന്റെ മൃതദേഹത്തിലും തുണിയിലും കണ്ടിരുന്ന അതേ നീല പെയിന്റ് 2 പേരുടെയും ടീഷർട്ടിലും ഉണ്ടായിരുന്നു. ഇരുവരുടെയും ഷൂവിലും തുണികളിലും ഉണ്ടായിരുന്ന രക്തക്കറ ബൾഗറിന്റെ DNA സാമ്പിളുമായി മാച്ചായി. അങ്ങനെ ഇന്ററോഗേഷൻ റൂമിൽ വെനബിളും തോംസണും നടന്ന സംഭവമെല്ലാം പോലീസിനോട് വെളിപ്പെടുത്തി. ഇരുവരും കുറ്റം സമ്മതിച്ചതിനാൽ 1993 ഫെബ്രുവരി 22-ന് വെനബിളിനെയും തോംസണിനെയും റിമാൻഡ് ചെയ്തു. ചോദ്യം ചെയ്യലിലും കോടതിയിൽ വിചാരണ നടത്തുമ്പോഴും വെനബിൾ താൻ ചെയ്ത കുറ്റമോർത്ത് പശ്ചാത്തപിച്ചിരുന്നു. എന്നാൽ തോംസണെ വളരെ അഗ്രസീവായ മുഖത്തോട് തന്നെയായിരുന്നു കാണപ്പെട്ടത്. അങ്ങനെ റിമാൻഡിന് ശേഷം ഇരുവരെയും ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. തോംസണിന്റെ അയൽവാസികൾ പറഞ്ഞത് അവനെ അറസ്റ്റ് ചെയ്തത് അവന്റെ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ വിഷമം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. എന്നാൽ 1999-ൽ യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടിൽ വെനബിളിന്റെയും തോംസണിന്റെയും മാതാപിതാക്കൾ അപ്പീൽ ചെയ്തു. തുടർച്ചയായ പോരാട്ടങ്ങൾക്കൊടുവിൽ 2001 ജൂണിൽ തടവ് ശിക്ഷ കാലാവധി വെട്ടിക്കുറച്ചു. ബൾഗറിന്റെ മാതാപിതാക്കൾ ഇതിനെതിരെ അപ്പീൽ ചെയ്തെങ്കിലും വിധി അവർക്കെതിരായിരുന്നു. അവസാനം കോടതിയുടെ അന്തിമ തീരുമാനത്തിന്റെയും ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും വിട്ടയച്ചു. എന്നാൽ 2010-ൽ വെനബിൾ ഈ വ്യവസ്ഥ ലംഘിച്ചതോടെ വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടു. പിന്നീട് 2013-ൽ പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയെങ്കിലും കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയതിനും തന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചതിനും വീണ്ടും 2017-ൽ അറസ്റ്റിലായി. ജെയിംസിന്റെ മരണശേഷം അച്ഛനായ റാൽഫ് വിഷമം സഹിക്കാനാവാതെ മദ്യപിച്ച് ഡെനീസുമായി നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നു. ഷോപ്പിംഗ് സെന്ററിൽ വെച്ച് ഡെനീസ് മനഃപൂർവ്വമാണ് കുഞ്ഞിന്റെ കൈ വിട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്ന കാരണം. അങ്ങനെ 1995-ൽ തന്നെ അവർ വിവാഹമോചിതരായി. വെറും 10 വയസ്സുകാരുടെ തമാശ കാരണം നഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞു ജീവനും തകർക്കപ്പെട്ടത് ഒരു കുടുംബവുമാണ്. ഇന്നും ആ അമ്മ അവനെ ഓർത്ത് വിഷമിക്കുന്നു. ഇതാണ് ബൾഗർ എന്ന 2 വയസ്സുകാരന്റെ അരുംകൊലയ്ക്ക് പിന്നിൽ നടന്ന സംഭവങ്ങൾ. വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, 10 വയസ്സ് മാത്രമുള്ളെങ്കിൽ പോലും അവർക്ക് നൽകിയ ശിക്ഷയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? എന്ത് ശിക്ഷയായിരിക്കും അവർക്ക് ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത്? നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യണേ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.